നന്മതിന്മകളെ വേർതിരിക്കുന്ന ഒരു ലൈൻ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ടെന്നാണ് ഡോസ്റ്റോയെവ്സ്കി പറയുന്നത്. ദി ഇഡിയറ്റിനകത്താണ് അദ്ദേഹം അത് പറയുന്നത്. എ ഫൈൻ ലൈൻ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിൾ റൺസ് ത്രൂ ദ ഹാർട്ട് ഓഫ് എവരി പേഴ്സൺ. പക്ഷേ ഈ ലൈനിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വേർതിരിക്കുന്ന ലൈൻ എന്തോരം വേണമെങ്കിലും ഓരോ വ്യക്തികളുടെ കാഴ്ചപ്പാടനുസരിച്ച് അല്ലെങ്കിൽ സമീപനം അനുസരിച്ച് അതിൻ്റെ ദൂരം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യും. നന്മയെ ചെറുതാക്കാം, തിന്മയെ വലുതാക്കാം, അല്ലെങ്കിൽ തിന്മയെ ചെറുതാക്കാം, നന്മയെ വലുതാക്കാം. കൃത്യമായി അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന അവസ്ഥയിലല്ല ഇപ്പം കാര്യങ്ങൾ നിൽക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വസ്തുനിഷ്ഠവും ആത്മനിഷ്ഠവുമായിട്ട് തിന്മയെയും നന്മയെയും കാണാൻ കഴിയുന്ന ഒരവസ്ഥ മനുഷ്യന് ഇന്ന് പൊതുവേ നഷ്ടപ്പെട്ടിരിക്കുന്നു. മുഴുവനായി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ശരിയല്ല, പക്ഷെ പൊതുവേ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആത്മനിഷ്ഠം എന്ന് പറഞ്ഞാൽ എൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ കാണുന്ന കണ്ണുകളിലൂടെ മാത്രം ഞാൻ വിധി എഴുതുന്ന എൻ്റെ ഒരു സബ്ജക്റ്റീവ് ആത്മനിഷ്ഠം. വസ്തുനിഷ്ഠം എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയാലും നിങ്ങൾ നോക്കിയാലും ഒരേപോലെ അത് അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്ന അവസ്ഥ. അതാണ് ഓബ്ജക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഓബ്ജക്റ്റിവിറ്റി ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ അത് നഷ്ടപ്പെട്ടതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ വലിയൊരു ദുരന്തം. അത് നഷ്ടപ്പെടാനുണ്ടായ കാരണം ഇതിനെ ആ ഓബ്ജക്റ്റിവിറ്റിയെ തന്നെ മയപ്പെടുത്തുകയോ ആ ഓബ്ജക്റ്റിവിറ്റിയെ തന്നെ വളരെ ലഘുവാക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത ഈ ഓബ്ജക്റ്റിവിറ്റി പ്രസംഗിക്കുന്നവരിൽ അല്ലെങ്കിൽ പ്രഘോഷിക്കുന്നവരിൽ ഉണ്ടായിപ്പോയതാണ് എന്നുള്ളതാണ് പരമമായ സത്യം. അത് തത്വചിന്തകരായാലും മത നേതാക്കന്മാരാണെങ്കിലും സാംസ്കാരിക പ്രവർത്തകരാണെങ്കിലും ബുദ്ധിജീവികളാണെങ്കിലും ഒരുപാട് പേരെ സമൂഹത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ ഞാൻ ഒരുപാട് ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിയോട് ഞാനൊരിക്കൽ ഇതേക്കുറിച്ച് സംസാരിച്ചായിരുന്നു. ഒരു വലിയ ഒരു തിന്മയെക്കുറിച്ച് അദ്ദേഹം എന്തുകൊണ്ട് അഭിപ്രായം പറഞ്ഞില്ല എന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു മറുപടി, അതിനകത്ത് എനിക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. കാരണം എൻ്റെ ഒരു വലിയൊരു ആരാധകനാണ് അങ്ങേര്. അതുകൊണ്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്പ്ലേസ്. ഇതൊരു വലിയ പ്രശ്നമാണ് ഇന്നത്തെ സമൂഹത്തിൽ. നമുക്ക് ആരുടെയും അപ്രീതി നേടാൻ ഇഷ്ടമില്ല. അപ്രീതി നേടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അപ്രിയമായി സത്യം പറയുന്നില്ല എന്നുള്ള സത്യം സത്യം തന്നെയാണ്. അത് ആരുടെയും പ്രിയമോ അപ്രിയമോ ആശ്രയിച്ചാവരുത്. അങ്ങനെ ആ സത്യത്തിൻ്റെ ഒരു ഓബ്ജക്റ്റിവിറ്റിയും ഇന്ന് നമ്മൾ വളരെ കാര്യമായി കാണാത്ത ഒരു ലോകം കൂടെ കൂടിയാണ് ഇന്ന്. എനിക്ക് പേര് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പേര് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു വ്യക്തിപരമായ ആക്ഷേപത്തിന് കാരണമാകും എന്നുള്ളതുകൊണ്ട്. എന്നിരുന്നാലും ഇത് പരമമായ യാഥാർത്ഥ്യമാണ്. നമ്മൾ ഓരോരുത്തരും എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് അത് നമ്മെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇപ്പോൾ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ. വളരെയേറെ ആത്മനിഷ്ഠമായി. നേരെ മറിച്ച് എൻ്റെയോ നിങ്ങളുടെയോ ഇഷ്ടമോ നമ്മൾ ഓരോരുത്തരെയും എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ നോക്കാതെ വസ്തുനിഷ്ഠമായിട്ട് ആ കാര്യത്തെക്കുറിച്ചൊരു അഭിപ്രായം പറയാനും ഒരു നിലപാടെടുക്കാനും കഴിയുന്ന ഒരു സമൂഹമുണ്ടായാൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ലോകത്ത് വരും. നമ്മുടെ ചുറ്റുപാടിലും വരും, നമ്മിലും വരും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മളൊരു നല്ല മനുഷ്യനാവുള്ളൂ എന്നുള്ള നമുക്ക് തിരിച്ചറിയാം. അങ്ങനെയുള്ളൊരു നല്ല മനുഷ്യരുടെ ഒരു സമൂഹം ഉണ്ടാവട്ടെ. നന്മയെയും തിന്മയെയും ആത്മനിഷ്ഠമായി കാണാതെ വസ്തുനിഷ്ഠമായി കണ്ട് വിലയിരുത്താനും സമീപിക്കാനും നിലപാടെടുക്കാനും നിലകൊള്ളാനും നമുക്ക് കഴിയട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.